ഇനി നമ്മൾ രുചി വൈവിധ്യത്തിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. കലാരൂപങ്ങൾ ആസ്വദിച്ച് രുചിയൂറും ഭക്ഷണം കഴിച്ച് സമയം ചിലവഴിക്കാൻ ഒരു മേള. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ കോവളം IHMലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫൻഡാങ്കോ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള ഫെബ്രുവരി 14, 15, 16 തീയതികളിലായി കോവളം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസിലാണ് നടക്കുക. ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുക എന്നതാണ് മേളയുടെ പ്രത്യേകത. നാവിൽ രുചിയൂറും ഭക്ഷണങ്ങളുടെ ഒരു മേള. കോവളത്താണ് ഈ മേള നടക്കുന്നത്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ നടത്തുന്നു എന്നതാണ്. ഒട്ടേറെ വിശേഷങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. ടൈപ്പ് സാരി അങ്ങനത്തെ ഇതായാലും നമ്മൾ തീം ഉണ്ടാക്കിയത് ദിയ അങ്ങനത്തെ ഓരോന്നുണ്ടാവും. കളർഫുൾ ആയിട്ടുള്ള തീമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ദൈപൂരി, വടാപ്പോ അങ്ങനത്തെ കുറേ ചാർട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർട്സ് എല്ലാം നമുക്കിപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണമെങ്കിൽ അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കും അത് ആസ്വദിച്ച് കഴിക്കുന്നവർക്കുമായാണ് ഈ മേള. ലോകത്തെ ഭക്ഷണ വൈശിഷ്ട്യങ്ങൾ രുചിച്ചറിയാൻ അവസരമൊരുക്കുക കൂടിയാണ് ഇവിടം. കോവളം IHM ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് രുചിയൂറും ഭക്ഷണം ഒരുക്കുന്നത് എന്നതാണ് മേളയുടെ പ്രത്യേകത. നമ്മുടേതെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജാണ്. ഇവിടെ 4 വർഷത്തെ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ആക്ച്വലി ഈ ഫുഡ് പ്രൊഡക്ഷൻ F&B സർവീസ് എന്നൊക്കെ പറയുന്ന സബ്ജക്ട്സ് ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പ്രാക്ടിക്കലും ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇത് അവരുടെ ആക്ച്വലി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, അവർ ശരിക്കും ചെയ്ത് പഠിക്കുകയാണ്. അവർക്കൊരു ബിസിനസ് നാളെ തുടങ്ങാനുള്ള അവർക്കുള്ള ഒരു പ്രാക്ടീസ് പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ നല്ല റെസ്പോൺസാണ്. ആക്ച്വലി ഒരുപാട് ആളുകൾ ഇത് വരാൻ വേണ്ടി നോക്കിയിരിക്കും. ഒരുപാട് വിദേശീയർ ഇതിനു വേണ്ടി ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട്. ഈ ഫൻഡാങ്കോ കണക്കാക്കി കേരളം കാണാൻ വരുന്ന കുറേ ആളുകളുണ്ടായി. നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങൾ ഒരുമിക്കുന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ആകർഷണം. പാനേഷ്യൻ അപ്പം ചൈന, ജാപ്പനീസ്, കൊറിയൻ അതൊക്കെ ഫോക്കസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളാക്കി എടുത്തിട്ടുണ്ട്. റേറ്റുകളും അതിനനുസരിച്ചാണ്. ഐറ്റത്തിൻ്റെ പേര് നമ്മുടെ സൂപ്പിൽ എഗ് ഡ്രോപ്പ് സൂപ്പ് വരുന്നത്. മെനു ഇവിടെ സൂപ്പിൽ എഗ് ഡ്രോപ്പ് സൂപ്പ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടേഴ്സ്, അപ്പറ്റൈസേഴ്സ് എന്നാണ് പറയുന്നത്. അതിന് ഗുയ്ക്കുയ്, ബാവ് എന്ന് പറയുമ്പോൾ മോമോസ് വരുന്നത്. പിന്നെ ഫ്രൈഡ് വോണ്ടോൺസ്. ഇതിൻ്റെയൊക്കെ വെജ് നോൺ വെജും വരുന്നുണ്ട്. ഇത് നോൺ വെജ് മാത്രമുള്ള. പിന്നെ നൂഡിൽസിൽ ചൗമീൻ വരുന്നുണ്ട്. പാഡ് തായ് എന്ന് പറഞ്ഞിട്ട് 2 വരുന്നുണ്ട്. അതും വെജ് നോൺ വെജ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെനു. 15 സ്റ്റാളുകളിലായാണ് സന്ദർശകർക്കായി രുചിവൈവിധ്യം വിളമ്പുന്നത്. ഓരോ സ്റ്റാളിനും പ്രത്യേകം പേരുകളുമുണ്ട്. മേളയെക്കുറിച്ച് എല്ലാവർക്കും മികച്ച അഭിപ്രായമാണുള്ളത്. Many different foods and cultures coming together for a fabulous evening with lots of beautiful entertainment, and I can't say how impressed I am by all the students and the work they've put in. It's
truly fantastic. Really enjoying it. Well, I would like to say the same thing as my sister, really. It is fantastic. I'm impressed by what they wear, the clothes they wear, the suits they wear. It's really professional. ഞാനിതിന് ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്യാറുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വരുന്നത്. പിള്ളേരുടെ എനർജി ഭയങ്കര നല്ലൊരു എൻകറേജിങ് സാധനമാണ്. നമ്മൾ ഉത്സവത്തിലൊക്കെ പോയിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ. ടൈം അല്ല, ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അന്നും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഫണ്ടാങ്കോ, അതുകൊണ്ട് ഇപ്രാവശ്യം വന്നതാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കോവിഡ് സമയത്ത് മാത്രമേ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ലൊരു പ്രോഗ്രാമാണ്. എല്ലാ വർഷവും വരും, നമ്മൾ അറ്റൻഡ് ചെയ്യും. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇപ്രാവശ്യം നല്ല കളർഫുള്ളാണ്, തിരക്കുണ്ട്. വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് തന്നെ അവരുടെ ഒരു അവരുടെ കഴിവൊക്കെ കാഴ്ചവെക്കാൻ പറ്റിയ ഒരു മൊമെൻറ്റും കൂടെ ആണല്ലോ. അപ്പോൾ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ, അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേനും ഗ്രേറ്റ് മൊമെൻറ്റ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എല്ലാവർക്കും കിട്ടുക. ഒപ്പം കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയും പ്രദർശനവും മേളയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. സന്ദർശകർക്ക് ഭാരതീയ കലാരൂപങ്ങൾ ആസ്വദിക്കുവാനുള്ള അവസരവും മേള പ്രദാനം ചെയ്യുന്നു. മൂന്ന് ദിവസങ്ങളിലായി കോവളം IHM ക്യാമ്പസിൽ നടക്കുന്ന മേള ഫെബ്രുവരി 16 സമാപിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 6:30 മുതൽ 9:30 വരെയാണ് ഭക്ഷ്യമേള നടക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളുടെ രുചിമേളങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ കലാരൂപങ്ങളും ആസ്വദിച്ച് ഒരു ദിനം. ഒട്ടും നഷ്ടമാവില്ല ഈ ദിനം നിങ്ങൾക്ക്. ക്യാമറമാൻ ഗോകുമാറിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.